2017 തൊട്ടിട്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണ് റിസർച്ച് എന്നുള്ളത്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് മുഴുവൻ അതിന് കൂടെ നിൽക്കും എന്ന് പറയുന്നത് പോലെ വർക്ക് ചെയ്യേണ്ടി വന്നു. ഫാമിലി, കുഞ്ഞ്, അങ്ങനെ പല കാര്യങ്ങളും വന്നെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് എനിക്കവിടെ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ വിജയത്തിലേക്ക് എത്താനുള്ളതിൻ്റെ ഒരു മാർഗം നമ്മുടെ ശ്രമം തന്നെയാണ്. ഹായ്, എൻ്റെ പേര് ഋതു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2017 തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്ന് PG പാസ് ഔട്ടായ ആളാണ്. 2017 PG പാസ് ഔട്ടായ ഞാൻ 2026 ബെൻസിലിനൊപ്പം നിൽക്കുന്നത് കൊല്ലം അമൃതപുരിയിൽ PhDക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടാണ്. അണ്ടർ ഡോക്ടർ സരിത A മെറ്റീരിയൽ കെമിസ്ട്രിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഒരു ലോങ് ജേണി, ഇത്രയും ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഒരു PhDക്ക് ചേരുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായിട്ടും കാണുന്ന നിങ്ങൾക്ക് സംശയം തോന്നാം. ഇതെൻ്റെ ജേണിയാണ് ഞാൻ പറയുന്നത്. 2017 എൻ്റെ PG പാസ് ഔട്ടായതിനു ശേഷം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഒരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു 1 ഇയർ. അതിനുശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞു. പിന്നീട് ഞാൻ തൃശ്ശൂരുള്ള സെൻറ്റ് മേരീസ് കോളേജ്, ശ്രീ കേരളവർമ്മ കോളേജ്, അങ്ങനെ 2 കോളേജുകളിൽ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. 2021 വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ആഫ്റ്റർ ദാറ്റ് എനിക്കൊരു ബ്രേക്ക് വന്നു. എനിക്കൊരു കുഞ്ഞുണ്ടായി. സ്വാഭാവികമായിട്ട് അറിയാലോ, അതിനൊരു ബ്രേക്ക് വരും. മെറ്റേണിറ്റി, ചൈൽഡ് കെയർ എല്ലാം ഒരു ബ്രേക്ക് വന്നു. ആ ഒരു ബ്രേക്കിൽ മോനൊരു 9 months ഉള്ള സമയത്താണ് ഞാൻ ബെൻസിലിൻ്റെ ക്രാഷ് കോഴ്സ് 1 month ക്രാഷ് കോഴ്സ് കാണുന്നത്. അപ്പോൾ ചേർന്ന് നോക്കാം, ആ ഒരു പോസ്റ്റ്മോർട്ടം ജേണിയിൽ നിന്നൊരു ബ്രേക്ക് ഞാനും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ബെൻസിലിൽ ഒരു ക്രാഷ് കോഴ്സ് ചെയ്ത് നോക്കാം എന്നൊരു മനസ്സെനിക്ക് വന്നു. ബെൻസിലിൽ ഒരു ക്രാഷ് കോഴ്സ് ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം എന്നുള്ളൊരു താല്പര്യം തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അലുമിനിക്ക് എൻ്റെ കോളേജിൽ പോയപ്പോൾ എൻ്റെ ടീച്ചറാണ് പറഞ്ഞത്, അവിടെ നിന്ന് 2 കുട്ടികൾക്ക് ബെൻസിൽ വഴി ഗേറ്റ്, നെറ്റ് ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കുഞ്ഞുള്ളതുകൊണ്ട് ഓൺലൈൻ എടുക്കുന്നത് അവരുടെ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇജാസ് സാറിനെ കോൺടാക്ട് ചെയ്യുന്നത്. സാറും പറഞ്ഞു, സാർ എന്നെ നല്ലൊരു മെൻറ്ററായിരുന്നു സർ, എങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കണം, ഓഫ്ലൈൻ എടുത്തുകൂടെ, ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ ഓൺലൈൻ എന്തുകൊണ്ടാണ് ചോയ്സ് എടുക്കുന്നത്, എല്ലാം കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞു. സാറ് തന്നെയാണ് ഓൺലൈൻ സജസ്റ്റ് ചെയ്തത്. നല്ല സപ്പോർട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഒരു 1 ഇയർ ഓൺലൈൻ നോക്കി. പക്ഷേ എനിക്ക് 1 ഇയറിൽ പല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ട് എനിക്കത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആസ് യു നോ, ഒരു കുട്ടിയുള്ളപ്പോൾ നമ്മൾ ഒരു കുഞ്ഞില്ലാത്തപ്പോൾ ഉള്ളൊരു ജേണിയെക്കാട്ടിലും കുഞ്ഞുള്ളപ്പോൾ ഉള്ളൊരു ജേണി കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് അത് നമുക്കത് കൊണ്ട് നടക്കുന്നത്, രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ പാട്. മുന്നേ ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസി ആയിട്ടാണെങ്കിൽ അതിലും കൂടെ കുറച്ചൊരു ഡിഫിക്കൽറ്റി ലെവൽ കൂടും കുഞ്ഞിനെ വെച്ച് നമ്മൾ ആ ഒരു ജേണി കൊണ്ടുപോകുമ്പോൾ, ഫാമിലി, കുഞ്ഞ് എല്ലാം കൊണ്ട്. അപ്പോൾ എന്നാലും അത് ചെയ്യാമെന്നുള്ള എൻ്റെ ഒരു തീരുമാനവും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും പ്ലസ് എനിക്ക് ബെൻസിലിൽ നിന്ന് കിട്ടിയ വലിയൊരു സപ്പോർട്ടും കൊണ്ടാണ് ഞാനത് ഓൺലൈൻ കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ഓൺലൈനിൽ എൻ്റെ വലിയൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നോളജ് അക്വയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതൊരു ട്രാക്കിലായി എന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഓഫ്ലൈൻ എടുത്താലോ എന്നുള്ളൊരു പ്ലാൻ വന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇജാസ് സാറിനെ തന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഓഫ്ലൈൻ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിന് സാറും അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം സാർ ആദ്യമേ പറഞ്ഞിരുന്നത് എന്നോട് ഓഫ്ലൈൻ എടുക്കാമോ എന്ന് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. അതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫാമിലി, കുഞ്ഞുണ്ടെങ്കിലും ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, കുഞ്ഞിനെ നോക്കാം എന്നുള്ള ഒരു ഉറപ്പും കൊണ്ട് എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഹോസ്റ്റൽ എൻവയോൺമെൻറ്റ്സ് എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. റൂംമേറ്റ്സ് ആയാലും ഇവിടുത്തെ സാറന്മാരായാലും ക്ലാസ്സുകളായാലും എല്ലാം എനിക്ക് ഒരുപാട് സപ്പോർട്ടുള്ളതായിരുന്നു. എനിക്ക് നോളജ് അക്വയർ ചെയ്യാൻ ഒരുപാട് സാധിച്ചു. PG ലെവലിൽ നമ്മൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്തോ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ഡീപ്പായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. സബ്ജക്റ്റിനോടുള്ള ഒരു അടുപ്പം കുറച്ചും കൂടെ കൂടാനേ അത് ഉപകരിച്ചിട്ടുള്ളൂ. അത്യാവശ്യം വേറെ എക്സ്ട്രാ റീഡിങ് കൂടാതെ തന്നെ ക്ലാസ്സുകളിൽ കൂടെ തന്നെ നമുക്ക് അവരെല്ലാവരും പ്രിസൈസായിട്ട് ആ റീഡിങ് വഴിയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം പ്രിസൈസായിട്ട് അവരെ ക്ലാസ്സുകളിൽ തന്നെ ഉണ്ടായിരുന്നു. നോട്ട്സ്, ക്ലാസ് എല്ലാം പ്രിപ്പയർ ചെയ്യാനെല്ലാം നല്ലപോലെ സാധിച്ചിരുന്നു. ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു 10 മണിക്കൂർ വരെയൊക്കെ പഠിക്കാനായിട്ട്, കണ്ടിന്യൂസ് പഠിക്കാനുള്ള ഒരു സംവിധാനവും ഇവിടെ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്സ് ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. ഹോസ്റ്റലും ക്ലാസ്സും എല്ലാം നല്ല രീതിയിലായിരുന്നു
ഒരു എന്താ പറയുക സ്റ്റഡി എൻവയോൺമെൻറ്റ് വളരെ നല്ല എൻവയോൺമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ജേണിയിലാണ് എനിക്ക് ഞാൻ നെറ്റ് എക്സാം എഴുതിയതും ഗേറ്റ് ടിഫർ ഇതെല്ലാം ഇവിടുന്ന് എഴുതി. അതുപോലെ തന്നെ ടിഫർ എക്സാമും ക്വാളിഫൈ ചെയ്തിരുന്നു. ഏകദേശം ഒരു 40+ മാർക്കിൽ ക്വാളിഫൈ ചെയ്ത് NCBSൻ്റെ ടിഫർ NCBSൻ്റെ മെയിലും PhD ആപ്ലിക്കേഷൻ്റെ മെയിലും എനിക്ക് വന്നിരുന്നു. ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ട് PhDക്ക് ചേരുന്നതിൻ്റെ ഒരു സാധ്യതയെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. സാറന്മാരാണത് പറഞ്ഞു തന്നതും. ആ ഒരു സാധ്യത വഴിയാണ് അമൃത യൂണിവേഴ്സിറ്റിയുടെ PhDക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നതും. ഗേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രൻസ് എക്സാം എക്സംപ്റ്റ് ചെയ്യും. അങ്ങനെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് എനിക്കവിടെ അഡ്മിഷൻ കിട്ടിയത്. എൻ്റെ ഒരു കുറച്ച് സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആയിരുന്നു. എൻ്റെ വീക്ക് ഏരിയ ഓർഗാനിക്കും ആയിരുന്നു. ഓർഗാനിക്കിൻ്റെ ഒരു ഏരിയ എനിക്ക് കവർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഷൈൻ സാറ്, റംഷാദ് സാർ, ഇവർ രണ്ടുപേരാണ് എന്നെ അതിനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നിങ്ങളെ CSIR നെറ്റ് ഗേറ്റ് ടിഫർ പോലെയുള്ള അല്ലെങ്കിൽ ബാർക്ക് അങ്ങനത്തെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ബെൻസിൽ നല്ലൊരു ചോയ്സാണ്. നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ എടുക്കുകയാണെങ്കിലും ഓഫ്ലൈൻ എടുക്കുകയാണെങ്കിലും ഇത് രണ്ടും ചോയ്സ് എടുത്തിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ബെസ്റ്റ് സപ്പോർട്ടാണ് ഇവിടുന്ന്. ക്ലാസ്സുകളായാലും ക്വാളിറ്റി ക്ലാസ്സുകളും പിന്നെ മെൻറ്ററിങ് ആയാലും എല്ലാം നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 2017 തൊട്ടിട്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണ് റിസർച്ച് എന്നുള്ളത്. അതിലേക്ക് എത്താൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. കാരണം എനിക്ക് പല കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യം ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു, വർക്ക് ചെയ്യേണ്ടി വന്നു, ഫാമിലി, കുഞ്ഞ്, അങ്ങനെ പല കാര്യങ്ങളും വന്നെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പോൾ എന്നെക്കൊണ്ടത് അതിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വന്നു. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് മുഴുവൻ അതിന് കൂടെ നിൽക്കും എന്ന് പറയുന്നത് പോലെ അത്രയും വാസ്റ്റായിട്ട് ഉള്ള ഒരു കാര്യം പറയുക എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും പരിശ്രമിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒത്തിരി പേരുണ്ടാവും. അതിനുള്ള എക്സാമ്പിളാണ് എൻ്റെ ഫാമിലി സപ്പോർട്ടായാലും ബെൻസിലിൻ്റെ സപ്പോർട്ടായാലും. നമ്മൾക്കത് ഫൈൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്ത് ഒബ്സ്റ്റക്കിൾസ് വന്നാലും അത് നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതിനൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി നമ്മൾക്കത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ നമ്മൾ ഏതു വഴിയും ശ്രമിക്കും. അത് ശ്രമിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പരാജയം. അപ്പോൾ വിജയത്തിലേക്ക് എത്താനുള്ളതിൻ്റെ ഒരു മാർഗം നമ്മുടെ ശ്രമം തന്നെയാണ്. അപ്പം അതിന് നല്ലൊരു സപ്പോർട്ടായിട്ട് എനിക്ക് ബെൻസിലും കൂടി ഉണ്ടായി എന്നുള്ളത് എനിക്കൊരു ബെനിഫിറ്റ് ആയിരുന്നു.